അപ്പൊ നല്ലൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ നാളികേരവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴവും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മാമ്പഴം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 5 മിനിറ്റ് നേരം കൂടെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണൽ ആണ്. അരപ്പിന്റെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് കട്ടയെല്ലാം അടച്ചു വെച്ചിരിക്കുന്ന തൈര് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്തിളക്കി കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി.